ദിവസങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോയി. പാർവതിക്ക് ഇത് 8-ാം മാസമാണ്. 7-ാം മാസത്തിന് പെൺവീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ചടങ്ങ് അവളുടെ കാര്യത്തിൽ നടത്തിയില്ല. വിവാഹശേഷം പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നവളുടെ അച്ഛൻ്റെ തീരുമാനമായിരുന്നു അതിന് കാരണം. അവൾക്കും ആ വീട്ടിൽ പോയി നിൽക്കാൻ താല്പര്യമില്ലാതിരുന്നതിനാൽ ഒട്ടും വിഷമം തോന്നിയില്ല. ജയേട്ടാ, വയറിൽ താങ്ങി തനിക്കുള്ള ചായയുമായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൻ ശാസനയോടെ നോക്കി. അത്യാവശ്യം വലിയ വയറായതിനാൽ തന്നെ അവൾക്ക് ജോലികളെല്ലാം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ജോലിക്കാരി ഉണ്ട് എങ്കിലും ഇതെല്ലാം തന്നെത്താൻ ചെയ്യുന്നവളെ പലതവണ അവൻ വഴക്കു പറഞ്ഞുവെങ്കിലും അവൾ കേട്ട ഭാവം നടിക്കാറില്ല. അവനോടുള്ള പേടിയൊന്നും ഇപ്പോൾ അവൾക്കില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഇവിടെ ഇരുന്നേ. കിതച്ചുകൊണ്ട് നിൽക്കുന്നവളെ അവൻ അടുത്തുള്ള കസേരയിലേക്ക് പിടിച്ചിരുത്തി. അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ കേക്കില്ല. അനുസരണ എന്ന് പറയുന്നത് തീരെയില്ല നിനക്ക്. എന്നെക്കൊണ്ട് വീണ്ടും പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൻ്റെ ശബ്ദം അല്പം ഉയർന്നതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. ദേഷ്യപ്പെടുവെങ്കിലും ഇതെല്ലാം സ്നേഹം കൊണ്ടുള്ള ദേഷ്യപ്പെടലാണ് എന്നവൾക്കറിയാം. അതിനാൽ തന്നെ പുഞ്ചിരിയോടെയാണ് അവളുടെ ഇരിപ്പ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അതിൽ ജ്യോതി കാളിംഗ് എന്ന് കാണിച്ചതും അവനൊരു ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങളായി ഇവൾ വീണ്ടും വിളി തുടങ്ങിയിട്ട്. തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ പിന്മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അതിന് കൂട്ടാക്കുന്നില്ല. പഴയ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ തനിക്കൊപ്പം നിർത്തണമെന്ന് വാശി പോലെയാണ്. വീണ്ടും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ അല്പം ദൂരേക്ക് മാറി നിന്നു. ശേഷം കോൾ അറ്റൻഡ് ചെയ്ത് ദേഷ്യത്തോടെ തന്നെ ചെവിയിലേക്ക് വെച്ചു. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ജ്യോതി ഞാൻ എന്നെ വിളിക്കരുത് എന്ന്? കോൾ എടുത്തപാടെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവളൊന്നു ഭയന്നുവെങ്കിലും അവനെ അങ്ങനെ ഒഴിവാക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ശല്യമായി അല്ലേ? പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളായിട്ടും എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയാത്തത്. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ ഒരു നിമിഷം നിശബ്ദനായി. ജ്യോതി, നിന്റെ മനസ്സെനിക്ക് മനസ്സിലാകും. പാർവതിയുമായി ഞാൻ മാനസികമായി അകന്നു കഴിഞ്ഞ കാലത്ത് ഞാൻ നീയുമായി അടുത്തു. അതും സ്വാഭാവികമായി ഞാൻ നിന്നിലേക്ക് വന്നതല്ല. പലതും പറഞ്ഞും ചെയ്തും നീ എന്നെ വശീകരിച്ചതാണ്. ആ സമയത്ത് നിന്നെ സ്നേഹിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരു ബന്ധം തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. പാർവതിയും ഞാനുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഞങ്ങളിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഒരു ദുശകുനം പോലെ നീ എന്നെ ഇങ്ങനെ പിന്തുടരരുത്. എനിക്ക് അതിഷ്ടമല്ല. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ജ്യോതി ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. അപ്പോൾ എൻ്റെ ഫീലിങ്സിന് ഒരു വിലയുമില്ലേ? അവൻ വളരെ വ്യക്തമായി എല്ലാം പറഞ്ഞതിന് ശേഷം അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. നിന്റെ ഫീലിങ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മറ്റൊരാളുടെ ഭർത്താവാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ ഞാനുമായി ബന്ധം പുലർത്തിയത്? താൽക്കാലികമായ ഒരിടപെടലാണ് എന്ന് നമുക്ക് 2 പേർക്കും ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ബന്ധം കൊണ്ട് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ എന്നെ ശല്യം ചെയ്യുന്നത്? പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്യുമ്പോൾ പാർവതിയുമായി വീണ്ടും അകന്നാൽ മാത്രമേ അവൻ തന്നിലേക്ക് അടുക്കൂ എന്നവൾക്ക് മനസ്സിലായി. അതിനുള്ള വഴികളാണ് അവൾ പിന്നെ ആലോചിച്ചത്. തൻ്റെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചി നിൽക്കുന്നവനെ മന്ത്ര കണ്ണു കൂർപ്പിച്ച് നോക്കി. പോയേ കണ്ണേട്ടാ, കൊച്ചു പിള്ളേരെ പോലെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതെ. ആ വേണി വല്ലതും കണ്ട എന്നെ കളിയാക്കി കൊല്ലും. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും അവന് യാതൊരു ഭാവവ്യത്യാസവുമില്ല. ആര് കണ്ടാലും തനിക്ക് ഒന്നുമില്ല എന്ന മട്ടിലാണ് നിൽപ്പ്. ഇപ്പോൾ ഇതെല്ലാം പതിവാണ്. ജ്വല്ലറിയിലേക്ക് പോകാൻ മടി പിടിച്ച് മന്ത്രയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഒരു ഉമ്മ തന്നാ ഞാൻ പൊക്കോളാം. കൊച്ചുകുട്ടികളെ പോലെ കവിൾ തൊട്ട് കാണിച്ച് കൊഞ്ചിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കി. ശേഷം ആ കവിളിൽ ഒന്നമർത്തി ചുംബിച്ചതും അവനൊരു ചിരിയോടെ തിരിഞ്ഞു നടന്നു. ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറാനായി നിൽക്കുന്ന പ്രവീണിനെ ധനലക്ഷ്മി കാണുന്നത്. നീ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങിയോ?
മനസ്സ് നന്നാക്കാതെ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ നോക്കി. ആരുടെ മനസ്സാണ് നന്നാകാത്തത്? എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, വീണ്ടും കണ്ണേട്ടനുമായി കൂട്ടുകൂടിയതിൻ്റെ ധൈര്യത്തിലാണോ നീ വീണ്ടും തലപൊക്കിയത്? പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തിൽ കാറിൽ കയറിയതും അവൻ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. പണ്ട് പാർത്തിക്കൊപ്പം ഈശ്വരമഠത്തിലേക്ക് പോകുന്ന കാലം മുതലേ പ്രവീണിൻ്റെ മനസ്സിൽ ധനലക്ഷ്മിയോട് അങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അവനത് പറഞ്ഞിട്ടില്ല എങ്കിലും പാർത്തി എന്നോ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് പാർവതിയുടെ വിവാഹശേഷം ധനലക്ഷ്മിയെ അവനു വേണ്ടി ആലോചിച്ചപ്പോൾ പാർത്തി സമ്മതിക്കാതെയിരുന്നത്. അതേസമയം പാർവതിയെ തൻ്റെ മുഖ്യ ശത്രുവായി കാണുന്ന ധനലക്ഷ്മി അതേ ദേഷ്യം തന്നെയാണ് പ്രവീണിനോടും കാണിക്കുന്നത്. അവൾക്ക് തന്നോടുള്ള നീരസം വ്യക്തമായി അറിയാവുന്നതിനാൽ പ്രവീൺ തൻ്റെ ഇഷ്ടം യാതൊരു രീതിയിലും അവളോട് പ്രകടിപ്പിച്ചിരുന്നതുമില്ല. ഒടുവിൽ പാർവതി മൂലം പാർത്തിയുമായുള്ള സൗഹൃദത്തിൽ വിള്ളൽ വന്നപ്പോൾ മനഃപൂർവ്വം ആ ഇഷ്ടവും മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാറിൽ കയറിയ ധനലക്ഷ്മി ആരൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. പാർവതി ഒരാൾ കാരണമാണ് തനിക്ക് തൻ്റെ കണ്ണേട്ടനെ കിട്ടാത്തത് എന്നാണ് അവളുടെ ധാരണ. ഇപ്പോൾ അവൾക്ക് മന്ത്രിയോടും ദേഷ്യം തോന്നി. മനസ്സിൽ ഇരുവരെയും കണക്കിന് ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൾ കാറിലിരുന്നത്. ഈശ്വരമഠത്തിന് മുന്നിലിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന മന്ത്രിയെയാണ്. ഈയിടെയായി അവളുടെ സൗന്ദര്യം അല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തോന്നി. അതിൻ്റെ കാരണം എന്താകുമെന്ന് മനസ്സിലോർത്തപ്പോൾ പിന്നെ അവിടെ നിൽക്കാതെ അവൾ അകത്തേക്ക് പാഞ്ഞു. ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ നിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തല്ലോ. ശ്രീലത പറഞ്ഞതും അവൾ തൻ്റെ മനസ്സിലെ സംശയങ്ങൾ അവരോട് പറഞ്ഞു. എൻ്റെ മോളെ, നീ ഇനിയും അവനെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? സത്യത്തിൽ നിനക്ക് അവനോട് പ്രേമാണോ അതോ ഈ സ്വത്തുക്കൾ കൈവിട്ടു പോകരുത് എന്ന ആഗ്രഹമോ? അവരുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം നിശബ്ദയായി. ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാത്തത് കൊണ്ട് തന്നെയായിരുന്നു അത്. എന്താണ് തൻ്റെ മനസ്സിലെന്ന് അവൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു. ഈശ്വരമഠം വിട്ടുപോകാതിരിക്കാനുള്ള മാർഗമായിരുന്നു ആദ്യം തൻ്റെ മനസ്സിൽ അവനോടുള്ള പ്രണയം. പിന്നെ ഇവിടെ ഒരു മഹാറാണിയായി കഴിയുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി. അതിനെല്ലാം പാർത്തിയുടെ ഭാര്യയാകേണ്ടത് അത്യാവശ്യമായിരുന്നു. അവൾ തൻ്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചിന്തകളെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. അസ്വസ്ഥനായിരിക്കുന്ന മഹാദേവൻ്റെ അരികിലേക്ക് മകൾ നിമിഷ കടന്നു വന്നു. മഹാദേവൻ്റെ മക്കളിൽ ഇളയവളാണ് നിമിഷ. മൂത്ത മകൾ നിഷ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുകയാണ്. നിമിഷ +2-ലും. എന്തു പറ്റിയച്ചാ? അവൾ ചോദിക്കുമ്പോൾ അയാൾ ഒരു പുഞ്ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞു. സ്വസ്ഥതയില്ലാത്ത ദാമ്പത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് മക്കളെ കരുതി മാത്രമാണ്. സുധർമ്മയുടെ സൗന്ദര്യമാണ് തന്നെ അവളിലേക്ക് ആകർഷിച്ചത്. എന്നാൽ സ്വഭാവത്തിൽ അവൾ വലിയൊരു പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വർഷങ്ങൾ വേണ്ടിവന്നു. മൂത്ത മകൾ നിഷയും അവളുടെ അമ്മയുടെ അതേ പതിപ്പാണ്. ആർത്തി കൂടുതലാണ് ഇരുവർക്കും. മോള് കഴിച്ചോ? സ്നേഹത്തോടെ മുന്നിൽ നിൽക്കുന്ന നിഷ്കളങ്കയായ മകളെ നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുമ്പോൾ അവൾ തലയാട്ടി. അച്ഛന് കുഴപ്പമൊന്നുമില്ല, മോള് പൊയ്ക്കോ. അയാൾ പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അയാൾ വീണ്ടും ചിന്തകളിലേക്ക് കൂപ്പുകുത്തി. മുറിയുടെ വാതിൽക്കൽ വരെ വന്ന സുധർമ്മ അയാളെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും. ജ്യോതിയുടെ വാക്കുകൾ കേട്ടതും ജയൻ ഒന്ന് പകച്ചു. ജ്യോതി വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ പാർവതി എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും എന്നവന് തോന്നി. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. നേരിട്ട് കണ്ട് നിനക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ മനസ്സ് മാറുമെന്ന് കരുതിയാണെങ്കിൽ അത് വേണ്ട. അവൻ ഉറപ്പോടെ പറഞ്ഞു. ഞാൻ കാത്തിരിക്കും. വരുന്നതും വരാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. വന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്താൽ മതി. അവൾ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് വീണ്ടും ചിന്തകളാൽ നിറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ ടെൻഷനിൽ തന്നെയായിരുന്നു അവൻ. നിറവയറോടെ നിൽക്കുന്ന പാർവതിയെ കാണും തോറും അവൻ്റെ മനസ്സ് കൂടുതൽ സംഘർഷഭരിതമായി. അവളുടെ പ്രസവത്തിന് ഇനിയൊരു മാസത്തോളമേ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ ജ്യോതി ഇങ്ങോട്ട് കയറി വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമാവുകയാണെങ്കിൽ അതവളുടെ മനസ്സിന് താങ്ങാനാകില്ല. അവൻ്റെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു. ലാൻഡ് ഫോൺ ബെല്ലടിച്ചതും
പാർവതി ആയാസപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. വളരെ വിരളമായി മാത്രമേ ലാൻഡ് ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കാറുള്ളൂ. കോൾ എടുത്തപ്പോൾ കേട്ട വാർത്തയിൽ അവളുടെ മുഖം മുറുകി. പതിവില്ലാതെ സന്ധ്യ കഴിഞ്ഞപ്പോൾ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോയതാണ് ജയൻ. ഈയിടെയായി വിശ്വാസക്കുറവില്ലാത്തതിനാൽ തന്നെ അവൾ അത് കാര്യമായി എടുത്തിരുന്നില്ല. അവൻ പോയതിന് പിന്നാലെ തന്നെ ശക്തമായി ഇടിവെട്ടുവാനും മഴ പെയ്യുവാനും തുടങ്ങിയിരുന്നു. മഴയും ഇടിയും പേടിയായതിനാൽ തന്നെ അവൾ അകത്ത് തന്നെ കഴിച്ചുകൂട്ടുകയായിരുന്നു. ജയൻ്റെ അമ്മ ഒരു പ്രത്യേക പ്രകൃതക്കാരിയാണ്. സദാസമയവും മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടും. എങ്കിലും പാർവതിയോട് സ്നേഹമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ. ഉടനെ അവൾ കുടയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. സന്ധ്യ കഴിഞ്ഞാൽ ഗർഭിണികൾ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് അറിയാമെങ്കിലും അപ്പോൾ അതൊന്നും അവൾ ചിന്തിച്ചില്ല. മഴയും കാറ്റും വകവയ്ക്കാതെ അവൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇത്രയും നാൾ അവളെ ഭയപ്പെടുത്തിയിരുന്ന ഇടിനാദം പോലും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ജ്യോതിയുടെ വീടിനു മുന്നിലെത്തിയതും അവൾ ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചെടുത്തു. അതിനുശേഷമാണ് കൈ ഉയർത്തി വാതിലിൽ തട്ടിയത്. താൻ കേട്ടത് സത്യമാകരുത് എന്നവൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതേസമയം വാതിലിൽ കൊട്ടുകേട്ടതിൻ്റെ പകപ്പിലായിരുന്നു ജയൻ. യാതൊരു കൂസലുമില്ലാതെ വാതിൽ തുറക്കാൻ പോവുകയായിരുന്നു ജ്യോതി. "നീ എന്താ ചെയ്യാൻ പോകുന്നത്?" തന്നോട് മറഞ്ഞു നിൽക്കാൻ പോലും പറയാതെ വാതിൽ തുറക്കുന്നവളോട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. "നിങ്ങൾ ഈ മുറിക്കകത്ത് തന്നെ നിന്നാ മതി. അയൽപക്കത്തെ ആരെങ്കിലും ആകും. അവർ ഇപ്പോൾ തന്നെ പൊയ്ക്കോളും." സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയവളുടെ പെരുമാറ്റത്തിൽ അവന് സംശയം തോന്നി. കൃത്യമായി ഈ സമയത്ത് വാതിലിൽ മുട്ടുകേട്ടതും അവൻ്റെ മനസ്സിൽ ഭയം പൊട്ടിമുളയ്ക്കാനും തുടങ്ങി. വാതിൽ തുറക്കും മുമ്പ് തന്നെ വന്നത് പാർവതി ആയിരിക്കും എന്നറിയാമായിരുന്നുവെങ്കിലും അത്ഭുതഭാവത്തിലാണ് ജ്യോതി അവളെ നോക്കിയത്. "നീ എന്താ ഇവിടെ? അതും ഈ സമയത്ത്?" അവളുടെ വീർത്ത വയറിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ട് ജ്യോതി ചോദിച്ചു. അതേസമയം ജയൻ്റെ ചെരുപ്പ് വാതിൽക്കൽ കണ്ടതിൽ മനസ്സ് മുറിഞ്ഞു നിൽക്കുകയായിരുന്ന പാർവതി ദേഷ്യത്തോടെ അവളെ നോക്കി. "ജയേട്ടനുണ്ടോ ഇവിടെ?" അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അവസാന നിമിഷം വരെയും അങ്ങനെയൊന്നും ആയിരിക്കരുത് എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. "ഏത് ജയൻ?" ജ്യോതി ഒരു പുച്ഛത്തോടെ ചോദിച്ചു. പാർവതിയെ ദേഷ്യം പിടിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. എന്നാൽ വന്നത് പാർവതിയാണ് എന്ന് ശബ്ദത്തിലൂടെ മനസ്സിലായതും ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ജയൻ. താനും ജ്യോതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്ന പാർവതിയോട് അവളുടെ ഭീഷണിയെക്കുറിച്ച് തുറന്നു പറയുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് വന്നത് അബദ്ധമായി എന്നവന് മനസ്സിലായി. "എൻ്റെ ഭർത്താവിനെയാണ് ഞാൻ ചോദിക്കുന്നത്." മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ അവളുടെ കണ്ണുനീരിനെ ഒളിപ്പിച്ചു. "നിന്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിലാണോ വന്ന് അന്വേഷിക്കുന്നത്?" പരിഹാസത്തിൽ തന്നെയായിരുന്നു ജ്യോതിയുടെ ചോദ്യം. അത് കേട്ടതും അവളെ ഒരു വശത്തേക്ക് തള്ളിമാറ്റിക്കൊണ്ട് പാർവതി അകത്തേക്ക് കയറി. അതുതന്നെയായിരുന്നു ജ്യോതിയുടെയും ആവശ്യം. മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൾ സർവം തകർന്നതുപോലെ നിൽക്കുന്ന ജയൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം ഇരുവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ തൻ്റെ മനസ്സ് ഇത്രത്തോളം വേദനിച്ചിരുന്നില്ല എന്നവൾ ഓർത്തു. അതിന് കാരണം അന്നവൻ ഒരിക്കലും തന്നോട് സ്നേഹം കാണിച്ചിരുന്നില്ല എന്നതായിരുന്നു. ഇരുവരും തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സ്നേഹം കാണിച്ചു കൊതിപ്പിച്ചതിന് ശേഷമുള്ള അവൻ്റെ വഞ്ചന അവൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. തീ പാറുന്ന കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴേക്കൊലിച്ചിറങ്ങി. "ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാർവതി. നീ എന്നെ സംശയിക്കരുത്." അവൻ്റെ വാക്കുകൾ അവൾ ചെവി കൊണ്ടില്ല. തൻ്റെ വലത് കൈ ഉയർത്തി അവനെ തടയുകയാണ് അവൾ ചെയ്തത്. ഇടത് കൈകൊണ്ട് അവൾ തൻ്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. "ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇനിയും എന്നെ പറ്റിക്കാമെന്നോ? ഒരിക്കലും നടക്കില്ല. നിങ്ങൾക്കും ഇവൾക്കും ഇടയിലെ തടസ്സം ഞാനല്ലേ. ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം." പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും അവൻ അവളെ തടഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചു നിർത്തി. "നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ പാർവതി. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സംസാരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്." അവൻ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാൻ അവൾ കൂട്ടാക്കിയില്ല. മാനസികമായി തകർന്നതിനാലും നല്ല രീതിയിൽ മഴ നനഞ്ഞതിനാലും അവളുടെ ശരീരം തളർന്നു തുടങ്ങുന്നുണ്ടായിരുന്നു.
അതിനാൽ തന്നെ എത്രയും വേഗം അവൾ തിരിഞ്ഞു നടന്നു. ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ വരരുത്. അങ്ങനെ നിങ്ങൾ വന്നാൽ പിന്നെ എൻ്റെ ശവമായിരിക്കും നിങ്ങൾ കാണുന്നത്. പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയതും അവൻ്റെ തകർച്ച പൂർണ്ണമായി. അതേസമയം എന്തോ നേടിയ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ജ്യോതി. പാർവതിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നവന് മനസ്സിലായി. ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ജ്യോതിയുടെ മുടിയിൽ അവൻ ചുറ്റിപ്പിടിച്ചു. ഡാഷും മോളെ, എന്താടി വിചാരിച്ചത്? ഇത് നീ കളിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലാകില്ല എന്നോ? ഇനി എൻ്റെ പിന്നാലെ വന്നാൽ ചവിട്ടിക്കൊല്ലും ഞാൻ. ആരോടെങ്കിലും തിരക്കി നോക്കിയാൽ മതി പണ്ടത്തെ എൻ്റെ സ്വഭാവം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാറിപ്പോയിക്കോ. അവളെ ശക്തിയായി താഴേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ പാർവതിയെ അവിടെയൊന്നും കണ്ടതുമില്ല. ചുറ്റുവട്ടങ്ങളിലെല്ലാം നോക്കിയെങ്കിലും അവൻ അവളെ കണ്ടെത്തിയില്ല. അവളെ അന്വേഷിച്ചു പുറകെ ചെല്ലാനുള്ള ധൈര്യവും അവന് വന്നില്ല. എങ്കിലും അവനെ കൊണ്ടാക്കുന്ന ഇടങ്ങളിലെല്ലാം അവൻ അവളെ അന്വേഷിച്ചു. എങ്ങും കാണാതെ വന്നതും സർവം തകർന്നതുപോലെ അവൻ തിരികെ വീട്ടിലേക്ക് പോയി. മെയിൻ റോഡ് വഴി പോയാൽ ജയൻ തന്നെ കണ്ടെത്തുമെന്നുറപ്പുള്ളതിനാൽ ചെറിയൊരു വഴിയെ തൻ്റെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറിയതാണ് പാർവതി. അല്പദൂരം മുന്നോട്ടു പോയി കഴിഞ്ഞതും അവൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി. തണുപ്പിൻ്റെ ആധിക്യത്താൽ അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ഒരു വാഹനത്തിൻ്റെ പ്രകാശം ശക്തിയായി കണ്ണുകളിൽ അടിച്ചപ്പോൾ അവളൊന്ന് കൈവീശി കാട്ടി. അപ്പോഴേക്കും അവൾ ഊർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. കണ്ണുകൾ അടയുമ്പോൾ അവൾ കാണുന്നത് പാർത്തിയുടെ മുഖമാണ്. പാർവതി! അവളുടെ മുഖത്ത് മെല്ലെ തട്ടിക്കൊണ്ടവൻ വിളിച്ചു. എത്ര മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവളുടെ ആ കിടപ്പ് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. അവൾ മെല്ലെ കണ്ണു തുറന്നതും അവൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിറവയറുമായി അവൾ പെരുമയത്തിറങ്ങി നടക്കുന്നതിൽ അസ്വാഭാവികത തോന്നി അവൻ ചോദിച്ചു. ഞാനോ? ജ്യോതിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. ജേട്ടൻ അവിടെയായിരുന്നു. അവര് തമ്മിൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോഴും നിർവികാരമായ മുഖത്തോടെ ഇരിക്കുകയായിരുന്നു അവൻ. പ്രവീണേട്ടനെ ഒന്ന് വിളിച്ചു തരാമോ? അവൾ നിറയുന്ന കണ്ണുകളോടെ ചോദിച്ചു. പ്രവീൺ നാട്ടിലില്ല. ജോലിയുടെ ആവശ്യത്തിനായി ചെന്നൈ വരെ പോയിരിക്കുകയാണ്. വരാൻ ഒരാഴ്ച കഴിയും. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം, അവൻ പറഞ്ഞു. ആ സമയത്ത് മറ്റേതൊരു പെൺകുട്ടിയോടും കാണിക്കുന്ന കരുണ മാത്രമേ അവൻ അവളോടും കാട്ടിയുള്ളൂ. അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നെ ഒന്ന് വീട്ടിലാക്കാമോ? അവനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവൾക്ക് വല്ലായ്മ തോന്നി. അത്രത്തോളം അവൻ്റെ ഹൃദയത്തെ തകർത്തെറിഞ്ഞു പോയവളാണ് താനെന്ന് അവൾക്കറിയാം. കയറ് പറഞ്ഞുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തതും അവൾ ക്രോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. മഴയായതുകൊണ്ട് മാത്രമാണ് അവൻ കാർ എടുത്തത്. അതുപകാരമായി എന്നവൻ ചിന്തിച്ചു. അവൻ്റെ ഒപ്പം പോകുമ്പോൾ പല ഓർമ്മകളും മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നുവെങ്കിലും അവൾ അതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പുറത്തേക്ക് നോട്ടം പായിച്ചിരുന്നു. അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി മാത്രമേ അവളുടെ വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ അവർ വീടിനു മുന്നിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവൾ കണ്ടു ഉമ്മറത്ത് ചാരുകസേരയിലിരിക്കുന്ന തൻ്റെ അച്ഛനെ. കാറിൻ്റെ പ്രകാശം കണ്ടതും അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. കാറിൽ നിന്നും പാർത്തിക്കൊപ്പം ഇറങ്ങിയ പാർവതിയെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്താടി ഒരുമ്പെട്ടവളെ, നീ ഇവൻ്റെ കൂടെ? മഴ പോലും വകവയ്ക്കാതെ അയാൾ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. പാർവതിയുടെ വിവാഹശേഷം ജയൻ്റെ പല കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കാരണക്കാരി പാർവതിയാണ് എന്നാണ് അയാളുടെ മനസ്സിൽ. മറ്റൊരുത്തനെയും മനസ്സിലിട്ടുകൊണ്ട് അവൾ ജയനെ വേദനിപ്പിക്കുന്നുണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചു. അയാളുടെ ചോദ്യം കേട്ടതും പറയാൻ വന്നതുപോലും മറന്നു പാർവതി അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈ അച്ഛനു വേണ്ടിയാണോ താൻ തൻ്റെ പ്രണയം പോലും ഉപേക്ഷിച്ചത്? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവൻ്റെ കൂടെയാണോ പൊറുതി? നിന്നെ പോലെയുള്ളവൾമാർ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എങ്ങനെ ആണുങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കും? അയാൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പാർവതിയെ ഞാൻ വഴി വെച്ച് കണ്ടതാണ്. റോഡിൽ തളർന്നു വീണ് കിടക്കുകയായിരുന്നു.
അവൻ പറഞ്ഞു തുടങ്ങിയതും അയാൾ തൻ്റെ കൈ ഉയർത്തി അവനെ തടഞ്ഞു. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളാരും ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കില്ല. കുടുംബത്തെ പറയിപ്പിക്കാനുണ്ടായവൾ. വിവാഹം വരെയും തന്നോട് വളരെയധികം സ്നേഹത്തിൽ സംസാരിച്ചിരുന്ന അച്ഛൻ്റെ ഇങ്ങനെയൊരു മുഖം അവളെ ഞെട്ടിച്ചു. ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. ഇത്രയും കാലം ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിന്നു. ബാക്കിയെല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ അയാൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധം തുടങ്ങിയത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനത് നേരിട്ട് കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. അവൾ പറഞ്ഞതും അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ അവനെ വിളിച്ചു വരുത്തും. മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോകണം. അയാൾ പറഞ്ഞതും അവൾ വിലങ്ങനെ തലയാട്ടി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും തിരികെ പോകില്ല എന്നവൾ ഉറപ്പിച്ചിരുന്നു. വയറ്റിലുള്ള കുഞ്ഞിനെ കരുതിയാണ് ജീവൻ കളയാതിരുന്നത്. അയാളെ വിളിച്ചു വരുത്തരുത്. അങ്ങനെയാണെങ്കിൽ ഈ വീടിന് മുന്നിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും. അവൾ ഉറപ്പോടെ പറഞ്ഞതും അയാളുടെ മുഖം വീണ്ടും വലിഞ്ഞു മുറുകി. മനുഷ്യനെ നാണം കെടുത്താൻ പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവൻ്റെ കൂടെ പോകില്ല എങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. വാതിൽക്കൽ വായ പൊത്തി നിൽക്കുന്ന തൻ്റെ അമ്മയെ അവൾ ഒരു നോക്ക് കണ്ടു. പണ്ടും അവർ അച്ഛനു മുന്നിൽ ഒന്നും സംസാരിക്കാറില്ല. അവരുടെ കുടുംബകാര്യമായതിനാൽ തന്നെ ഒന്നും സംസാരിക്കാതെ നിൽക്കുകയാണ് പാർത്തിയും. എങ്കിലും പാർവതിയുടെ അവസ്ഥയിൽ അവന് വേദന തോന്നി. ഇടറുന്ന കാലടികളോടെ അവൾ തിരിഞ്ഞു നടന്നതും അവൻ അവളുടെ പിന്നാലെ തന്നെ ചെന്നു. പ്രവീൺ വരുന്നത് വരെ നീ എൻ്റെ ഒപ്പം വന്നോളൂ. അവൻ നിന്നെ ഇതുപോലെ ഉപേക്ഷിക്കില്ല. അവൻ ഉറപ്പോടെ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ഒരിക്കൽ കയറി ചെല്ലാൻ ആഗ്രഹിച്ച വീട്. അവിടേക്ക് ഒരു അഭയാർത്ഥിയെപ്പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ ക്ഷണം സ്വീകരിക്കരുത് എന്നവളുടെ മനസ്സ് പറഞ്ഞുവെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തപ്പോൾ അവൾ ദുർബലയായി. ജീവിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, അവൾ മെല്ലെ പറഞ്ഞു. ശക്തമായ ഇടിയും മഴയും ഒപ്പം വീശിയടിക്കുന്ന കാറ്റും മൂന്നും കൂടി ഒരുമിച്ച് വന്നതും മന്ത്ര കട്ടിലിൽ കയറിയിരുന്നു. ഏറെ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നേരമായിട്ടും കണ്ണേട്ടൻ വന്നിട്ടില്ലല്ലോ എന്നവൾ ഓർത്തത്. അവൾക്ക് വല്ലാത്ത ആശങ്ക തോന്നി. ഉമ്മറത്തേക്ക് ചെന്നതും അഖിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു. ബാക്കി എല്ലാവരും മുറിയിലാണ് എന്ന് അവൾക്ക് മനസ്സിലായി. കമല ചെറിയമ്മ മാത്രം എന്തോ മാസികയും വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഏട്ടനെ നോക്കിയിരിക്കുകയാണോ? അവൻ ചിരിയോടെ ചോദിച്ചു. ഇരുവരും തമ്മിൽ അത്യാവശ്യം മിണ്ടുമെങ്കിലും വലിയ കൂട്ടില്ല. ഈശ്വരമഠത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമില്ല എന്നവൾക്ക് തോന്നിയിട്ടുണ്ട്. അപരിചിതരെ പോലെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെയാണ് പലപ്പോഴും അവൾ ചിന്തിക്കാറ്. ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കാറിൻ്റെ പ്രകാശം ദൂരെ നിന്നും കാണുന്നത്. അതോടെ അവൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്നവനെ നോക്കി അവൾ ഭംഗിയായി പുഞ്ചിരിച്ചു. അവനും ചിരിച്ചുവെങ്കിലും ആ ചിരിക്ക് അത്രത്തോളം തെളിച്ചമുണ്ടായിരുന്നില്ല. തന്നെ മന്ത്ര സംശയിക്കുമോ എന്ന ഒരു ഭയമായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവൻ്റെ കാറിൽ നിന്നും ഇറങ്ങുന്ന പെൺകുട്ടിയെ കണ്ടതും അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പാർവതി. അടുത്തുനിന്ന് അഖിൽ പറഞ്ഞത് മെല്ലെയായിരുന്നുവെങ്കിലും അവൾ വ്യക്തമായി കേട്ടു. നിറവയറോടെ നിൽക്കുന്ന പാർവതി. അവളെ കണ്ടതും അവൻ്റെ ഡയറിയിൽ കണ്ട ചിത്രവും അതിന് താഴെ എഴുതിയിരുന്ന എൻ്റെ പാർവതി എന്ന വാചകവുമാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവളുടെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു.